ഒരു വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കത്തില്ല. എല്ലാം ഒരാൾ തന്നെ. എന്നിട്ട് പറയും ഞാൻ ആരോടും ഒന്നും പറയത്തില്ല, ആരെങ്കിലും അറിഞ്ഞു ചെയ്യുന്നെങ്കിൽ തന്നെ അറിഞ്ഞ് ചെയ്തു അനുഭവിച്ചു. അല്ലാതെ എന്തോ പറയാനാ? ഒന്ന് പറയുന്നേ. ആൺപിള്ളാരോട് പറയുന്നതിന് അതിനൊരു നാക്കുണ്ട്, പെൺപിള്ളാരോട് പറയുന്നതിന് നാക്കുണ്ട്. ആൺപിള്ളാരോട് വേണം, എടാ മോനെ നീ അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ലടാ, നീ ഇതൊന്ന് ചെയ്യടാ മോനെ, നീ എനിക്കറിയാം നീ നന്നായി ചെയ്യുമെന്ന്. അല്ലാതെ ഇതുപോലെ ഒരുത്തൻ ഒരു ഗുണവും ചെയ്യത്തില്ല വീട്ടിൽ. ഇങ്ങനെ കിടന്ന് അലയ്ക്കാതെ ഒരു ന്യൂട്രി പറഞ്ഞു നോക്ക്. എടാ മോനെ നീ കഴിഞ്ഞ ദിവസം അത് തുടച്ചപ്പോ എന്നെ വൃത്തിയായിരുന്നു അറിയാമോ? മമ്മി പോലും അതുപോലെ തുടച്ച വൃത്തിയാകത്തില്ല. അപ്പോഴത്തേക്ക് അവനങ്ങ് ഫോമിലാകത്തില്ലേ? അവൻ അതും തുടച്ചു ചോദിക്കുക ഇനി ഏത് ബാത്റൂമാണ് തുടക്കേണ്ടതെന്ന്. ഇതൊക്കെ ഷെയർ ചെയ്യുന്നതിനൊരു വേ ഓഫ് മെത്തേഡ് ഉണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ നമ്മുടെ മേൽ എടുത്തു വെച്ചിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല, നമുക്ക് ബൈബിൾ വായിക്കാൻ സമയമില്ല. എല്ലാത്തിനും സമയമുണ്ട്. കുറെ ഭാരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. ആവശ്യമില്ലാത്ത ഭാരങ്ങൾ നമ്മളത് മറ്റുള്ളവർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതാ മോശയുടെ അമ്മായിയപ്പൻ ഇത്രോ പറഞ്ഞു കൊടുത്തത്. മോശയെ നീ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് ഇങ്ങനെ എന്തിനാ വിസ്താരം നടത്തുന്നത്? നീ 1000 പേർക്കൊരു ലീഡറിനെ, 100 പേർക്കൊരു ലീഡറിനെ, 10 പേർക്കൊരു ലീഡറിനെ നീ ആക്കുമ്പോൾ നിന്റെ ഭാരം കുറയുകയാണ്. ഇതാ സഭയുടെ മെത്തേഡ് നമ്മൾ ഉണ്ടായിരിക്കണ്ടേ. ഇതാ ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. എല്ലാം ഞാൻ ചെയ്യണമെന്നുള്ള ചിന്ത നമ്മുടെ അകത്ത് വരുമ്പോഴാണ് ഈ ഭാരങ്ങളായി വരുന്നത്.